മറ്റുള്ള മനുഷ്യൻ്റെ കണ്ണീര് കാണുമ്പം കണ്ണ് നിറഞ്ഞിരുന്ന ഉമ്മൻചാണ്ടി സാറിന് ഇത്രയേറെ നന്മകൾ ചെയ്തിട്ട് പ്രയാസങ്ങൾ വന്ന സമയത്ത് എപ്പോഴെങ്കിലും സാറിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് അതിശയം അതില്ല. അത് അവസാന നാളുകളിലും ഒരു പുള്ളിയുടെ വോക്കൽ കോഡ് കെട്ടി കണ്ടിച്ചിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. 3-4 മാസം. മാർച്ച് 2 ഇത് കെട്ടി ഓപ്പറേഷൻ പോലെ ചെയ്ത് 2 ആഴ്ച ചെയ്ത. പിന്നെ ചുമയായി, ഇൻഫെക്ഷനായി, പിന്നെ ആർക്കും ഇത് എടുത്തു മാറ്റാൻ ഒരു എക്യുപ്മെൻറ്റ് വെച്ച ശബ്ദം സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് 2 ആഴ്ച കൊണ്ട് ശരിയാകുമെന്ന്. 2 ആഴ്ച 2 മാസമായിട്ടും 3 മാസമായിട്ടും 4 മാസം ശരിയായില്ലേ. പക്ഷേ ഇതെല്ലാം ശാന്തമായിട്ട് സഹിക്കുന്നൊരു ഉമ്മൻചാണ്ടി ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു ഇറിറ്റേഷനോ ഒരു പരിവോ അല്ലെങ്കിൽ ഒരു നിരാശയോ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടിട്ടില്ല. ശാന്തമായിട്ട് എനിക്ക് അത് സഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത്. സാറിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ ഒരു വീട് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന നാളുകളിൽ വലിയ സ്വപ്നമായിരുന്നു. അത് എന്തായിരുന്നു? അത് ഒരു ഉമ്മൻചാണ്ടിയെ പറഞ്ഞ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തു, നമുക്കിവിടെ ജീവിച്ചാൽ പോരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പോരാ, എനിക്ക് പുതുപ്പള്ളിയിലെ നമ്മുടെ സ്ഥലത്ത് ഒരു കൊച്ചു വീട് വെക്കണം, ഒരു മുറി മതി. അപ്പോൾ അവിടെ എനിക്ക് പുതുപ്പള്ളിക്കാരുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അത് സഫലമാക്കാതെ ഹൗസിംഗ് ലോണൊക്കെ എടുത്തു. അതിൻ്റെ കുറേ പണിയൊക്കെ, കുറേ തൂണുകളൊക്കെ നാട്ടിയെങ്കിലും പിന്നെ ഉമ്മൻചാണ്ടിയുടെ അസുഖം കാരണം ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റി. ഈ ഒരവസ്ഥ, ഈ സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉമ്മൻചാണ്ടിയേക്കാൾ താങ്ങാൻ വയ്യാതെ എനിക്കും പിള്ളേർക്ക് വരുന്നു. എനിക്ക് ഒട്ടും അങ്ങ് ഫ്രോസൺ പോലെ ആയിപ്പോയെന്ന് പറയും. ആ ഒരു സമയത്ത് ഈ പറയുന്ന സാറിൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ശക്തമായ വേട്ടയാടലുകളും കുടുംബം ഉണ്ട്. പക്ഷേ എനിക്ക് ഫേസ്ബുക്കൊന്നും ഇല്ല, മൊബൈൽ യൂസേജ് കുറവായതുകൊണ്ടും. മറിക്കുട്ടി ഇങ്ങനെ പറയാറുണ്ട്, അമ്മയെ ഭയങ്കരമായിട്ട് അമ്മയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ചാണ്ടിബോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ദിവസങ്ങളെല്ലാം മാസങ്ങളെല്ലാം ഫുൾ ടൈം പ്രെയറാണ്. ഹൃദയത്തിലും പ്രാർത്ഥന, മറ്റോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥന, ഇരുന്ന് പ്രാർത്ഥിക്കും, കിടന്ന് പ്രാർത്ഥിക്കും, സംസാരിക്കുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ ബൈബിൾ വേഴ്സസ് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒത്തിരി പ്രാവശ്യം തന്നാൽ ഇപ്രാവശ്യം രോഗസൗഖ്യം തരും, ഡോക്ടർമാരെന്ത് പറഞ്ഞാലും സൗഖ്യം കിട്ടും. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ഞാൻ അതിൻ്റെ മറിക്കുട്ടി പറയുമ്പോൾ ഞാൻ പറയുമോ, അത് ശ്രദ്ധിക്കേണ്ട മോളെ, നമുക്ക് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ജീവിപ്പിക്കാം, രോഗത്തിന് റിക്കവർ ചെയ്യിക്കും. ആ ഒരു പ്രാർത്ഥനയുടെ ബലത്തിൽ ഞാൻ ഇപ്പോഴും എനിക്ക് മൊബൈലില്ലാത്തതുകൊണ്ട് ഞാൻ കാണുന്നില്ല, അതിൻ്റെ ഒരു ആഘാതമൊന്നും എന്നെ തട്ടിയിട്ടില്ല.